ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഡെയിലി വീഡിയോസും കാര്യങ്ങളൊക്കെ ചാനലിൽ വരുന്നുണ്ടായിരിക്കും. നിങ്ങളെല്ലാവരും വീഡിയോ കാണുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു സംഭവം കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ട്രേഡിംഗ് ഹാളിൻ്റെ ഇപ്പോഴത്തെ ലുക്ക്. ഞാനിത് ഫുള്ള് പണിഞ്ഞ് റെഡിയായി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഞാൻ നമ്മൾ കുറേ ദിവസം വീഡിയോ ഇടാതെ വരുന്നല്ലോ, ഐ ആപ്പിലൊക്കെ ചെയ്തിട്ടുള്ളതാണ്. കുറേ ഓഫ് ക്യാമറയിലാണ് ചെയ്തത്. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ വീഡിയോ തന്നെ നമുക്ക് ഇവിടെ ഫുൾ ഫിക്സ് ചെയ്യാം. പിന്നെ അതുകൊണ്ട് ഇവിടെ ഫുൾ ഞാനെന്താ ഗോൾഡൻ ക്യാരറ്റ് വാങ്ങാനും അതുപോലെ തന്നെ ഇവിടെ ഒരു ടൂൾ സ്മിത്തിനെ വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ കുറച്ച് വില്ലേജേഴ്സിനെ കൂടി കൊണ്ടുവരണം. അത് 2-3 വില്ലേജേഴ്സിന് ഞാൻ തട്ടേണ്ട ഒരു ഇത് വന്നു, അതുകൊണ്ട് ഞാൻ തട്ടിക്കളഞ്ഞു. പിന്നെ അതുകൊണ്ട് ഇതൊക്കെ ഞാൻ ഓർഡറാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ കുറേ ആർമറർ, പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറേ സ്മിത്തിങ് ടേബിളൊക്കെ വെച്ച് ടൂൾ സ്മിത്തും എല്ലാവരും സെറ്റാണ്. ഇനി അതുകൊണ്ട് ഇവിടെ ഒരു പോണ്ടൊക്കെ ഞാൻ സെറ്റാക്കി ഇട്ടിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഈ ഓപ്പോസിറ്റ് സൈഡിലും ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ട്രേഡിംഗ് ഹാൾ. ഇപ്പോൾ ട്രേഡിംഗ് ഹാളിൻ്റെ ബിൽഡ് ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ ചെറിയൊരു പരിപാടി ഉണ്ട്. അതും കൂടി കഴിഞ്ഞാൽ നമ്മൾ ആ ട്രേഡിംഗ് ഹാള് ഫുൾ ഫിനിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നത്തെ പ്ലാൻ ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഒന്ന് ലാൻഡ് ചെയ്യട്ടെ. ക്രാഷ് ലാൻഡിങ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മളൊരു ജംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ നോക്കട്ടെ, നമുക്കിന്ന് ജംഗിൾ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. ഞാൻ ഇത്രയും ദിവസമായിട്ട് ജംഗിളൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ പോവാത്തൊരു സൈഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈഡിലോട്ടാണ് പോവാത്തത്. അപ്പോൾ ഞാൻ ആ സൈഡിലോട്ട് തന്നെ പോയി നോക്കാൻ വിചാരിച്ചു. നമ്മുടെ കയ്യിൽ പാലേറ്റർ റോക്കറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ വിഷയമല്ലല്ലോ. അപ്പോൾ നമുക്കൊരു ജംഗിളൊന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു ജംഗിൾ കിട്ടണവരെങ്ങനെ പറന്നു. ഇപ്പം ഞാൻ ജംഗിൾ തപ്പി ഇറങ്ങിയ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ബാമ്പു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇവിടെ ഡാർക്ക് ഫോറസ്റ്റ് ആണ് കേട്ടോ, ജംഗിളില്ല. ഓക്കെ, ഈ സൈഡ് കടലുണ്ടായിരുന്നില്ലേ. ഓക്കെ, വുഡ്ലാൻഡ് മാൻഷൻ അല്ല അത്. അതെ, ഇവിടെ തൊട്ട് ബാക്കിൽ, നമ്മുടെ ബേസിൻ്റെ തൊട്ട് ബാക്കിൽ. ഇത് പറഞ്ഞ പോലെ മറ്റേ വുഡ്ലാൻഡ് മാൻഷൻ്റെ അടുത്താണല്ലോ സ്പോണാവുക. നമ്മുടെ കയ്യിലൊരു സോഡും ഇതൊക്കെ ഉണ്ട്. എടുത്തോട്ട് പോകണോ ഉള്ളിലോട്ട് ഇപ്പോൾ കയറണോ, അതോ കോഡ് എഴുതിക്കൊണ്ട് പിന്നൊരു ദിവസം വന്നാൽ മതിയോ? എന്ത് ചെയ്യണം? ഏതെങ്കിലും കോഡ് ഞാൻ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാൻ, മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. കോഡിൻ്റെ ആവശ്യമില്ല, നമ്മുടെ ബേസിൻ്റെ തൊട്ട് ബാക്കിലാണ്. ഞാനല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് നമ്മുടെ ടൂൾസ് ഒരു പുതിയ സോഡൊക്കെ ക്രാഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നാലും ഓക്കെ, നമുക്ക് അത് തന്നെ ചെയ്യാം. നമ്മുടെ കയ്യിലുള്ള സോഡ് പൊട്ടാനായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വേറൊരു സോഡ് വാങ്ങാം. നമുക്ക് ഇവിടെ നിന്നൊരു സോഡ് വാങ്ങാമല്ലോ. എന്തായാലും ഞാൻ ടൂൾസ് ഫുള്ളായിട്ട് ഇതുവരെ ഒപ്പിയാക്കിയിട്ടില്ല. ആർമർ മാത്രമേ ഇതാക്കിയിട്ടുള്ളൂ. ആർമറിൽ ത്രോൺസ് ഇടാൻ പറ്റുമോ? ഞാനാണെങ്കിൽ ഫുള്ള് കുറേ ഇഞ്ചേൻ്റെയും ചെയ്തു. ത്രോൺസിൻ്റെ കാര്യം ഞാൻ ഇപ്പോഴാണ് ഓർത്തത്. നമുക്ക് ത്രോൺസിൻ്റെ ഒരു വില്ലേജറിനെ കൂടി സെറ്റാക്കിയിട്ട് നമുക്ക് ത്രോൺസ് വാങ്ങാം. അതുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്നൊരു സോഡ് വാങ്ങണമെന്നുണ്ടെങ്കിൽ 21 എമറൽഡ് വാങ്ങാമായിരുന്നു. അതിന് മുമ്പ് ഞാൻ പോയിട്ട് ഒരു റൈഡ് വിളിച്ചു വന്നാലോ. അതാകുമ്പോൾ നമുക്ക് മറ്റേ ഹീറോ ഓഫ് ദ വില്ലേജ് കിട്ടൂലേ, അത് കിട്ടും. നമ്മുടെ ഇതൊക്കെ എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് എൻ്റർ ചെസ്റ്റൊക്കെ ഇവിടെ വെച്ച് പോയി. എന്തുവാടി വല്ലാത്ത ബുദ്ധി തന്നെ. ഇതല്ലെങ്കിൽ ഇവിടെ തന്നെ ഇരുന്നോട്ടെ അല്ലേ, ഇതല്ലെങ്കിൽ ഇവിടെ തന്നെ ഇരുന്നോട്ടെ. ഈ എമറാൾഡും ഇതൊക്കെ ഇതിലോട്ട് വയ്ക്കാം. ഓക്കെ, അവിടെ നോട്ടെ. അതുകൊണ്ട് ഇവിടെ ഞാൻ ഇത് വെച്ചത് എന്തിനാണെന്ന് വെച്ചാൽ അവിടെ ഗേറ്റിന് പകരം വെച്ചതാണ്. നേരെ നെതറിലോട്ട് കയറിയിട്ട് നെതർ വഴി നമുക്ക് വുഡ്ലാൻഡ് മാൻഷൻ അല്ലല്ലോ, റൈറ്റ് ഫാമിലോട്ട് പോവാം. ഫാമിലെത്തി ഇനി നമുക്കൊരു റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. റൈഡ് സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടിരുന്നിട്ടേ ഒരു റൈഡ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാം. നമ്മുടെ അടുത്താണെന്നുണ്ടെങ്കിൽ റെൻഡർ കുറച്ചിടട്ടെ. റെൻഡർ 8 ഇടണം. അല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും ചിലപ്പോൾ. റെൻഡർ സിമുലേഷൻ ഡിസ്റ്റൻസ് ഒക്കെ 8 അല്ലേ, എല്ലാം 8ആണ്. ഓക്കെ, മതി. നമുക്ക് ചുറ്റിനും വേറെ ഐലൻഡും കാര്യങ്ങളൊന്നും കാണാൻ പാടില്ല. നമുക്ക് ഈ സോഡും പിടിച്ച് ഇത് കുടിക്കട്ടെ.
നമുക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. റൈഡ് ഫുള്ളായി. റൈഡ് വിക്ടറി. ഇനി നമുക്ക് നേരെ തിരിച്ച് ബേസിലോട്ട് പോകാം. അതുകൊണ്ട് ഈ ചെസ്റ്റ് ഫുള്ളായോ? ചെസ്റ്റ് ഫുള്ളായി. കുറേ ടോട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. നമുക്കിത് ടോട്ടം എടുത്തിട്ട് നമുക്ക് ഇനി വീട്ടിൽ പെട്ടി കൊണ്ടുവയ്ക്കാം. എൻ്റെ ഷെൽക്കർ ബോക്സ് ഫുള്ളായിട്ടുണ്ട്. നമുക്ക് ആവശ്യം വരികയാണെങ്കിൽ എടുക്കാം. അല്ല, ആവശ്യം വരുന്നൊന്നുമില്ല. നമ്മൾ ഇവിടെ നിന്നൊരു സോഡും വാങ്ങി. ഇനി ഇത് ഡിസെൻജോയിൻ്റ് ചെയ്യാം ഇതിലിട്ടിട്ട്. ഇനി നമ്മൾ മേടിച്ച് നമ്മുടെ കയ്യിലുള്ള ബുക്കൊക്കെ എടുത്തിട്ട് സോഡിലോട്ട് ആഡ് ചെയ്യേണ്ട പരിപാടിയാണ്. ഓക്കെ, ഷാർപ്പ്നെസ് 4 ആക്കിയിട്ടുണ്ട്. ഷാർപ്പ്നെസ് 5 ആക്കായിരുന്നു നമുക്ക്. ഇപ്പോൾ തൽക്കാലത്തിന് ഈ ഒരു സോഡ് മതി. ഷാർപ്പ്നെസ്സും അതുപോലെ തന്നെ ഇപ്പോൾ കൊണ്ട് ഷാർപ്പ്നെസ് അൺബ്രേക്കിംഗ്. ഇതുകൊണ്ട് ഞാൻ ത്രോൺസിൻ്റെ ഒരു ബുക്ക് സെറ്റാക്കാൻ വേണ്ടി ഒരു വില്ലേജറിനെ പിടിച്ച് വെച്ചതാണ് ഇവിടെ. കറക്റ്റ് നമുക്ക് 3ാമത്തെ ഇതിൽ പൊട്ടിച്ച് വെച്ചപ്പോൾ തന്നെ ത്രോൺസ് തന്നു. ഇനി എനിക്ക് ഡൗട്ട് ഇത് നമ്മുടെ ആർമറിലോട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ എന്നാണ്. നമുക്ക് ബൂട്ടിലോട്ടോ അത് ടു എക്സ്പെൻസീവ് എന്നാണ് കാണിച്ചത്. കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. നമുക്കിട്ട് നല്ല പണി തരുന്നുണ്ട്. കുഴപ്പമില്ല. ഞാനേതായാലും നേരെ ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ഞാൻ കരുതി ബൂട്ടിലോട്ട് മാത്രം ഇടാൻ പറ്റാതിരിക്കുള്ളൂ എന്ന്. കാരണം ബൂട്ടിലല്ല ഞാൻ ഫെദർ ഫാളിംഗ് ഒക്കെ ആഡ് ചെയ്ത്. അതുകൊണ്ട് അവിടെ ഇതൊക്കെ പൊട്ടിച്ച് ഉള്ളിൽ കയറി നവന്മാരെന്ത് ചെയ്യുന്നു ആവോ. അതുകൊണ്ട് ഇത് പൊട്ടിരിക്കട്ടെ, നമുക്ക് ചാടി ഇറങ്ങാം. ഇവിടെ വേറെ ആരും ഇല്ലയെന്ന് ഉറപ്പ് വരുത്താം. ആരുമില്ല. എന്തുകൊണ്ടിരുത്തം നിൽക്കണ്? നമ്മളെ കണ്ടില്ലേ? ചത്ത് ഇവന്മാരെ നമ്മൾ അറ്റാക്ക് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് പുറത്തും നിൽക്കുന്നുണ്ട്. എമറാൾഡ് കിട്ടി. കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ലൂട്ട് കിട്ടും. നമുക്ക് ടോട്ടം കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അത് ടോട്ടം എന്ന് പറഞ്ഞ് കഴിഞ്ഞില്ല. അപ്പോഴേക്കും എന്താ ഒരുത്തൻ ഉണ്ടാവും. മറ്റേ സാധനത്തിന് സ്പോൺ ചെയ്യിക്കും. അതുകൊണ്ടൊരു ടോട്ടം കിട്ടി. ഓക്കെ, അപ്പം നമുക്ക് ലാഭമുള്ള പരിപാടിയാണ്. സോഡ്. നമ്മൾ സോഡ് കൊണ്ടുവന്ന് തന്നിനാ അവന്മാരെ തീർക്കാൻ. ഇതെന്തോന്നടേ തലയൊക്കെ വെട്ടിച്ചിട്ട് കൊണ്ട് പറ്റിയാണ്. അവന്മാരെ സ്പോൺ ചെയ്യിച്ച്. എനിക്ക് അവന്മാരെ ഇഷ്ടമല്ല. അവന്മാർ സീനാണ്. ഇതിൻ്റെ മുന്നേ കയറി വരല്ലേ. ഞാനീ കോപ്പ് ബോയൊക്കെ ഇപ്പോൾ സെറ്റ് ചെയ്തതാണ്. തട്ടിക്കൂട്ടി ബോയാണ്. ഇതൊക്കെ നമുക്ക് വേറെ സെറ്റ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ അവനെ പോയി തീർക്കട്ടെ. അല്ലെങ്കിൽ കൊണ്ട് ഇവന്മാരെങ്ങനെ സ്പോൺ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അവനെ തീർത്തിട്ടുണ്ട്. അവിടെ ഒരു ടോട്ടം കിടക്കുന്നുണ്ടാവും. അതും നമുക്ക് എടുക്കാം. എന്തോടി എല്ലാവരും കൂടി ഒരുമിച്ച് ഒറ്റയ്ക്കാണ്. ഞാൻ ഒറ്റയ്ക്കാണ്. പോടാ. നമ്മൾ ടോപ്പിൽ വന്നിറങ്ങിയതുകൊണ്ട് മെല്ലെ മെല്ലെ താഴത്തോട്ട് ഇറങ്ങാം. അതായിരിക്കും നല്ലത്. നോക്കിയും കണ്ടും ഇറങ്ങിയില്ലെങ്കിൽ പണി കിട്ടും. അതുകൊണ്ട് സ്കെൽട്ടൻ നിൽക്കണ്. പോടാ. അതുകൊണ്ട് ഓൻ പിന്നെ സ്പോൺ ചെയ്യിച്ചോ. പോടാ. അടിച്ചടിച്ച് ഇനി ഇവിടെ നിന്ന് തന്നെ പണി കിട്ടും. നമ്മുടെ കയ്യിൽ ടോട്ടം ഉണ്ടല്ലോ. ടോട്ടം പൊട്ടാൻ പാടില്ല. അത് വേറെ. ഞാനിവിടെ വന്നത് ടോട്ടം പെറുക്കി കൊണ്ടുപോകാന്നല്ലാതെ ടോട്ടം പൊട്ടിക്കാൻ പാടില്ല. ടോട്ടത്തിന് നമുക്ക് റൈറ്റ് ഫാം ഉണ്ട്. നമ്മളൊരു വില്ലേജർ ഔട്ട് പോസ്റ്റ് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇതിനു മുമ്പ് പോയിട്ടുള്ള ഔട്ട് പോസ്റ്റേ അതിൻ്റെ കോഡ് ഞാൻ എടുത്തു വയ്ക്കാൻ മറന്നു. അതുകൊണ്ട് വിഷയമല്ല. അതിൻ്റെ കോഡ് ഞാൻ മറന്നുപോയി. ഏത് ഡയറക്ഷനിലോട്ട് പോയപ്പോഴാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഡെസേർട്ടൊക്കെ വിസിറ്റ് ചെയ്യാൻ പോയ ടൈമിലാണ്. അതൊന്നും കൂടി ഞാൻ ചെക്ക് ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ ടോട്ടം എപ്പോൾ പൊട്ടും മിക്കവാറും. ഇപ്പോൾ ആണെങ്കിൽ ടോട്ടം പൊട്ടിയില്ല. പൊട്ടിച്ച് ടോട്ടം പൊട്ടിയതിന് അച്ചീവ്മെൻറ്റ് കിട്ടി. അടിപൊളി. കയ്യിൽ വേറെ ടോട്ടം ഉള്ളത് നന്നായി. നമ്മൾ എന്നിട്ട് 3 ടോട്ടം എങ്ങാണ്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. 4 ടോട്ടം ടോട്ടൽ. അതിലിപ്പോൾ ഒന്ന് പൊട്ടി. നമുക്ക് 2-3 കിട്ടിയിട്ടുണ്ട്. ഇവന്മാരിത് എവിടെ നിന്ന് സ്പോൺ ആയിട്ട് വരുന്നത്? 2 അല്ല നമുക്ക് കിട്ടിയത്. ഇവന്മാരിത് എവിടെ നിന്ന് സ്പോൺ ആയി വരുന്നത്? ഞാനിത് കൂടെ നേരത്തോടിപ്പോൾ ഇവനെ കൊന്നിട്ടില്ലല്ലേ. വെറുതെ അല്ല. അതാവും പിന്നെ മിസ്സായി. പിന്നെ ഇതോടെ പോയി. ഇവിടെ കയറി ഒളിച്ചിട്ടാണോ? നമുക്ക് ഈ ബോളിൻ്റെ ഒരു കാര്യമില്ല കേട്ടോ. പിന്നെയും പൊട്ടി. അടുത്ത ടോട്ടം പൊട്ടി. ഞാൻ മൊത്തം ടോട്ടം പൊട്ടും. ഇപ്പോൾ കയ്യിലുള്ള മൊത്തം പൊട്ടും. ഞാൻ കൊണ്ടുവന്നതും പൊട്ടും. ഇവിടെ നിന്ന് കിട്ടിയതൊക്കെ പൊട്ടും. എന്തുവാടേ അവൻ ചത്തോ? അവനോടേ കൊണ്ട് നിൽക്കുന്നു.
ഇനി ഇനി അവന്മാരെ സ്പോൺ ചെയ്യിക്കരുത്. ഓക്കെ, അവൻ്റെ അടുത്ത് തീരുമാനമുണ്ട്. താഴെത്തി നമ്മൾ ഇത്ര പെട്ടെന്ന്. അപ്പോൾ മറ്റേ ഇതിൻ്റെ അകത്തൊരു റൂമൊക്കെ ഉണ്ടാവുമല്ലോ, ഒരു ജയിൽ പോലുള്ള, അതൊക്കെ എവിടെ? അത് താഴെ തന്നെയല്ലേ? നമ്മൾ നോക്കാം, താഴെ കാണേണ്ടതാണ്. ഞാൻ ഇതുവരെ വുഡ്ലാൻഡ് മാൻഷനൊന്നും അങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് നോക്കിയിട്ടില്ല, അവിടെ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അതുകൊണ്ട് ഇവിടെ വേറെ അടുത്ത് നിൽക്കുന്നത് നമ്മൾ ഇതിൻ്റെ ഉള്ളത്തെ ഏകദേശം എല്ലാവരും തീർത്തിട്ടുണ്ട്. അതുകൊണ്ട് 2 ആളല്ലേ. ഓ താങ്ക്സ് ബ്രോ. ആ സ്കെൽട്ടൺ നമ്മളെ ഹെൽപ്പ് ചെയ്യാവുന്നതാണെന്ന് തോന്നുന്നു. ഒരു അടുത്ത റൂട്ടും മുട്ടി. എൻ്റെ എത്രാമത്തെ റൂട്ടാണ് ഈ മുട്ടണത്? തിരിച്ചു പോകുമ്പോൾ ഒരു ടോട്ടെങ്കിലും ബാക്കിയുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ ആ സ്കെൽട്ടൻ അടിക്കാൻ പോയി. ഒരു സ്കെൽട്ടൻ അവനെ തീർത്ത്. അടിപൊളി. പോട്ടെ, ചാവ് ചാവ്. അടുത്തവൻ വരട്ടെ. അവനും ചാവ്. പോട്ടെ പോട്ടെ. ഇവിടെ ഒരു റൂം. ഇതെന്തോന്നു? ഇവിടെ ലാവയൊക്കെ. അയ്യോ, ലാവയിൽ പോയി. അതുകൊണ്ടൊരു ആൻവിലും പിന്നെ കുറച്ച് ലാവി. ലാവ വേണ്ട, ആൻവിൽ നമുക്ക് പൊട്ടിച്ചെടുത്തോണ്ട് പോവാം. ആവശ്യമുണ്ടാവും. പൊട്ടാൻ ആൻവിലാണ്, എന്നാലും നമുക്ക് ആവശ്യം വരും. അതിൻ്റെ ഉള്ളിൽ എന്തോന്നു? അതിൻ്റെ ഉള്ളിൽ സ്കെൽട്ടൻ. ഇതെന്തോന്നു? ചെസ്റ്റാ? ചെസ്റ്റ്. ഇതിൻ്റെ ഉള്ളിലൊന്നൊന്നുമില്ല. ഇവിടെ നിന്നൊന്നും വേറെ കാണാനില്ല കേട്ടോ. അതുകൊണ്ട് കുറേ ക്രീപ്പർ കണക്കുണ്ട് നല്ലാതെ. ക്രീപ്പറിനെ പൊട്ടിച്ചാലോ? പൊട്ട് പൊട്ട് പൊട്ടിക്കോ, എനിക്ക് കുഴപ്പമില്ല. അവൻ പിടിച്ചരാ, പൊട്ടിക്കോ. ഓക്കെ, അവൻ്റെ കാര്യത്തിലൊക്കെ തീരുമാനമായി. അതുകൊണ്ട് ഒരുത്തനും കൂടി ഉണ്ടായിരുന്നു അവിടെ. പൊട്ട്. ഓക്കെ, അവൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഇനി ഇതുകൊണ്ട് ഇവിടെ ഫുള്ള് ക്രീപ്പറും ഇതൊക്കെയാണ്. എല്ലാവരും പൊട്ടിക്കോ, എല്ലാവരും പൊട്ടിക്കോ, എല്ലാവരും പൊട്ടിക്കോ. ക്രീപ്പർ പൊട്ടുമ്പോൾ നമുക്ക് വലിയ വിഷയമല്ല. നമ്മൾ മറ്റേ ആർമർ, ഫുൾ ആർമർ ആയതുകൊണ്ടാണ് തോന്നുന്നത്. നമ്മൾ അടിപൊളി ആർമറൊക്കെ ക്രാഫ്റ്റ് ചെയ്തുകൊണ്ടുവന്നോണ്ടേ ക്രീപ്പറിന് നമുക്ക് പേടിയുണ്ട്. പക്ഷേ എല്ലാത്തും നമുക്ക് അടി നല്ലോണം കിട്ടുന്നുണ്ട്. ഇതെന്തോന്നു? അതുകൊണ്ട് ഇങ്ങോട്ടൊരു ചെറിയ വഴി കാണുന്നുണ്ട്, പോയി നോക്കാം. ഇവിടെ എൻഡർമാനൊക്കെ വലിയ കൂടി ഒരു കുറവുണ്ടായിരുന്നുള്ളൂ. ഇനി ഇവിടെ എന്തോന്നിനി? ഇവിടെ ഇനി എന്ത് കിട്ടും? ഒരു സീക്രട്ട് ഏരിയ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഉണ്ട് ജസ്റ്റ് അതിൻ്റെ അകത്ത് ഇതൊക്കെ. ഇതെന്താന്ന്? ഒരു ട്രിമ്മൊക്കെ കിട്ടിട്ടോ. ഓക്കെ, നമുക്ക് നേരെ പോവാം. പിന്നെ പോയി നോക്കാം അതൊക്കെ. നമുക്ക് തിരിച്ചതേ പോലെ ഇങ്ങനൊരു സീക്രട്ട് ഏരിയ ഒക്കെ അതിലുണ്ടാവും. ഇനി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനൊന്നായിരിക്കില്ല തോന്നുന്നത്. ഇത് അമ്പ് അറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ബേസിലോട്ടയോ. ഞാൻ ഇലയിട്ട് ഇടാൻ മറന്നുപോയി. ഓക്കെ, ബേസിലോട്ട് നേരെ. ഇനി ഓക്കെ, 2 അടിയൊക്കെ കിട്ടിട്ടോ. എവിടെ നിന്നാണോ മൈൻഡ് ചെയ്യണ്ട, നമ്മൾ കുറേ നേരമായില്ലേ. ഓക്കെ, അപ്പം ഇനി നേരെ തിരിച്ച് ബേസിലോട്ട് പറന്ന് പോവാം. എന്നിട്ട് നമുക്ക് അവിടെ ട്രേഡിംഗ് ഹാളിൻ്റെ കുറച്ച് പണിയുണ്ട്, അതും കൂടിയും തീർക്കാം ഇന്നത്തെ വീഡിയോ തന്നെ. കുറേ ഓഫ് ക്യാമറയിലിരുന്ന് പണിയാണ്, എന്തെങ്കിലുമൊക്കെ നിങ്ങളെ കാണിക്കണ്ടേ. അപ്പോൾ നേരെ ട്രേഡിംഗ് ഹാളിലോട്ട്. ഓക്കെ, സത്യം പറഞ്ഞാൽ എനിക്കിത് 2ാമത്തെ വേറൊരു എപ്പിസോഡായിട്ട് ചെയ്യാവുന്നതാണ്. പക്ഷെ ഞാൻ എന്തുകൊണ്ട് ലെങ്തായിട്ടൊരു വീഡിയോ ചെയ്യുന്നു? ആത്മാർത്ഥത, വെറും ആത്മാർത്ഥത. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെയിലടിച്ച് വരുന്ന കാണാൻ നല്ല രസമല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും നമ്മുടെ പണി തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ട കുറച്ച് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനൊരു ടൈം ലാപ്സ് ആയിട്ട് ചെയ്യാം. അത് റീപ്ലേ ഒന്നും എടുക്കാൻ എനിക്ക് ടൈമില്ല. ഞാൻ ഈ ചെയ്യുന്നത് തന്നെ ഇപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നിക്കാണ്, ഈ ചെറിയ ബ്ലോസത്തിൻ്റെ മരം എവിടെ നിന്ന് അടിച്ച് മാറ്റി കൊണ്ടുവന്നതാണെന്ന്. ഇത് ഞാൻ വേൾഡ് എക്സ്പ്ലോർ ചെയ്യാൻ വെറുതെ ഇറങ്ങുന്ന ടൈമിന് കിട്ടിയതാണ്. ഞാൻ കുറേ മറ്റേ ഇതൊക്കെ എന്താ മോസ് ബ്ലോക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. എനിക്കൊരു ഷിപ്പിൽ നിന്ന് കുറച്ച് അയണും ഡയമണ്ടും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യുന്ന ടൈമിന് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ മൈൻക്രാഫ്റ്റിൽ വെറുതെ ഒരു പണിയില്ലാതിരിക്കുന്ന ടൈമിൽ എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങാറുണ്ട്. ഇനി നമുക്ക് വേണ്ടതൊരു സ്ട്രീറ്റ് ലൈറ്റാണ്. ഒന്നല്ല 2 വയ്ക്കല്ലേ. ഓക്കെ, ഈ ലൈറ്റൊക്കെ ഇവിടെ ഇരുന്നോട്ട്. ഈ ചെസ്റ്റും കാര്യങ്ങളൊക്കെ ഇപ്പം ഞാൻ പൊളിച്ച് മാറ്റണില്ല. ഓക്കെ, ഇവിടെ അതുകൊണ്ട് ഇങ്ങനൊരു ബ്ലോക്ക് വെച്ച് ഇത് പൊട്ടിച്ച് വെച്ചാലോ. പൊട്ടിയതൊക്കെ പൊട്ടി. ഇത് പൊട്ടിച്ചിട്ട് ഇവിടെ ഒരു ഇത് വയ്ക്കുക, അതിൻ്റെ ഒരു തറ പോലെ. ഓക്കെ,
കുറച്ച് ഹൈറ്റിൽ വെക്കുക, കുറച്ച് കുഴപ്പമില്ല, അത് നമുക്ക് ഇനി അതുപോലെ തന്നെ നമുക്കുണ്ട് ഈ ഒരു സൈഡിലും ഈ ഒരു സൈഡിൽ കുറച്ച് ഫ്രണ്ടിലേക്ക് ആക്കിയിട്ടാണ് ഞാൻ വെക്കുന്നത്. അതാകുമ്പോൾ എന്താ രണ്ട് ലൈറ്റ് മതി ഇവിടെ. അപ്പോൾ നമുക്ക് രണ്ട് അയൻകോളത്തിനെയും കൊണ്ടൊന്ന് ഇവിടെ സ്പോണാക്കി ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ ആ എൻട്രൻസിൻ്റെ അവിടെ ഒന്ന് സെറ്റാക്കണം. ഇത് ഇങ്ങനെ മുകളിലേക്ക് ഇടാം. അതിൻ്റെ മുകളിൽ നമുക്ക് ബ്ലോക്ക് വയ്ക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് വയ്ക്കും, അതാണ് അടുത്ത ചോദ്യം. ഇതൊരു സുഖം കിട്ടണില്ലല്ലേ, ഇത് പൊളിച്ച് വയ്ക്കാം. ഇതും പൊളിച്ച് കൊണ്ട് ഇങ്ങനെ വയ്ക്കാം. ഇതല്ലേ ഒന്നുകൂടി കാണാൻ രസം. അതെ, അങ്ങനെ തന്നെ നമുക്ക് ഇത് ഇതേപോലെ ഇവിടെ ചെയ്യാം. അതും ഓക്കെ, ഇതേപോലെ അപ്പുറത്തും. ഇനി കൊണ്ട് നമുക്ക് കുറച്ച് ഈ വോള് ക്രാഫ്റ്റ് ചെയ്ത് വോൾ എടുത്തിട്ട് ഇതുകൊണ്ട് ഇവിടെ വെക്കണം. ഇതുകൊണ്ട് ഇങ്ങനെ രണ്ടെണ്ണം വെക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് മറ്റേ എന്തോന്നായിരുന്നു, എന്താണ്ട് ഈ ഫെൻസ് എടുത്ത് വെക്കാം. ഈ 2 ബ്ലോക്ക് മണ്ടയ്ക്ക് വെക്കട്ടെ. ഈ ഫെൻസ് എടുത്ത് ഇതിൻ്റെ മണ്ടയ്ക്ക് 1 2, പിന്നെ അതുകൊണ്ട് ഇങ്ങോട്ടൊന്ന്, ഇത്ര പോരെ. ഇങ്ങനെയല്ലേ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടാവും സാധാരണ. 2 ബ്ലോക്ക് ഒട്ടിച്ചാൽ കുഴപ്പമില്ല. വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടും കൊടുക്കാമല്ലോ, ഒന്ന് ഈ ഒരു സൈഡിലോട്ടും കൂടി അങ്ങോട്ടും കൂടി കൊടുത്ത് നോക്കാം. എന്നിട്ട് ലൈറ്റ് തൂക്കിയിട്ട് അതുകൊണ്ട് ഇങ്ങനെ 2 ലൈറ്റ്, 2 സൈഡായിട്ട് 2 ലൈറ്റ് കിടക്കട്ടെ. എവിടെ നമ്മുടെ ലാൻഡ് എടുത്ത് കൊണ്ട് ഇങ്ങനെ തൂക്കിക്കഴിഞ്ഞാൽ അടിപൊളി. പിന്നെ മണ്ടയ്ക്ക് 2 ബ്ലോക്ക് മറ്റേ ഇത് വെച്ചാലും അതുകൊണ്ട് ഇത് രസമുണ്ടാവും. നോക്കാം ഇത് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. ഒരു സുഖം കിട്ടുന്നില്ല. അത് പൊളിച്ച് മാറ്റല്ലേ. ഇത് പൊളിച്ച് മാറ്റിയിട്ട് നമുക്ക് ഈ ബ്ലോക്ക് തന്നെ അങ്ങോട്ട് വയ്ക്കാം, മറ്റേ സ്ലാബാക്കി വയ്ക്കാം. ഇത് പൊളിച്ച് സ്ലാബ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ലാബ് എടുത്തതുകൊണ്ട് ഇതേപോലെ വയ്ക്കുക. സ്ലാബ് 3 അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ രസം ഉണ്ടാവുമോ? ഇപ്പോൾ വലിയ കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇത് തന്നെ നമുക്ക് അപ്പുറത്തും ചെയ്യണം. 2 സൈഡും ആയിട്ടുണ്ട്. അപ്പോൾ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. അപ്പോൾ നമ്മളെ ഇവിടുത്തെ പണി ഏകദേശം കഴിഞ്ഞു. അതുകൊണ്ട് ഇവിടെ 3 ലൈറ്റും കൂടി വെച്ച് കഴിഞ്ഞാൽ സെറ്റായിരിക്കില്ലേ. നമുക്ക് ഇവിടേക്ക് വലിയ കുഴപ്പമില്ലല്ലോ. ഇവിടെ കുറച്ച് ലൈറ്റ് ഉണ്ട്, അതിൻ്റെ ഉള്ളിലൊക്കെ ടോർച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ സൈഡിലോട്ടൊന്നും ലൈറ്റ് ഇല്ലാത്ത, ഇവിടെ ഞാൻ ഉള്ളിൽ ടോർച്ച് വെച്ചിട്ടില്ലല്ലേ. തൽക്കാലം കൊണ്ട് ഇവിടേക്ക് ഓരോ ലൈറ്റ് അങ്ങോട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കാം, കിടക്കട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ട്രേഡിംഗ് ഹാൾ ഇപ്പോൾ ഓക്കെ, ഫുള്ള് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് എൻട്രൻസും കൂടി ഫിക്സ് ചെയ്യണം. എല്ലാം നല്ല സോംബീസൊക്കെ കയറി വരും. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ 2 അയൺ കോളത്തിന് സോൺ ചെയ്യിച്ചിടണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏതായാലും പോയിട്ട് അടുത്ത എപ്പിസോഡിൽ ഞാൻ ഏതായാലും പോയിട്ട് കിടന്നുറങ്ങട്ടെ. എൻ്റെ ഉറക്കം